ഹായ് ഹലോ. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടിയാട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു വാവയ്ക്ക് മാഷാഅല്ലാ 1 വയസ്സ് ആയിട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവളുടെ ഇക്കാക്കമാർ 2 പേരും കൂടിയിട്ട് അവരുടെ പെരുന്നാൾ പൈസ യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെറും 216 രൂപ മാത്രമായിട്ടോ ഈ ഒരു ഡ്രസ്സിനായിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ വേണം അവൾക്ക് ഇടിയിക്കാൻ എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഫ്രോക്കോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ലുക്കിലേക്ക് മാറ്റിയിട്ട് ബർത്ത്ഡേക്ക് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഗ്രാൻഡ് ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗോൾഡൻ കളറിലെ ത്രെഡ് 2 ലെയറിലാക്കിയിട്ട് സൂചിയിൽ കോർത്ത് കെട്ടിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബോർഡ് 4 സൈഡിലും ട്രയാങ്കിൾ ഷേപ്പിലാണ് ബീഡ്സ് തുന്നി കൊടുക്കുന്നത്. ഈ ഒരു ബോ വരുന്നത് 2 ലെയർ തുണിയായിട്ടാട്ടോ. അപ്പോൾ ഏകദേശം സെൻറ്ററിൽ നിന്നാണ് സൂചി കുത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഉള്ളിലൂടെയാണ് കേട്ടോ ഇതുപോലെ വലിച്ചെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് മാത്രം കെട്ട് വരുന്ന രീതിയിൽ നമുക്ക് ബീഡ്സ് വെച്ചിട്ട് തുന്നിയെടുക്കാം കേട്ടോ. ഇനി ഓരോ ബീഡ്സ് വീതം ഇതുപോലെ തുന്നിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ബീഡ് ഇതുപോലെ നൂലിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുത്തിയെടുത്ത ആ ഭാഗത്ത് തന്നെ സൂചി ഒന്ന് കുത്തിയിറക്കിയിട്ട് തൊട്ടടുത്ത ഭാഗത്ത് ഇതുപോലെ സൂചി വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ആ ഒരു തുന്നലൊന്നും വിസിബിൾ അല്ല. കാരണം ഈ ഒരു ബോ 2 ലെയർ ആയതുകൊണ്ട് ഉള്ളിലൂടെ മാത്രമാണ് നമ്മൾ ഈ ഒരു നൂല് വലിച്ചെടുക്കുന്നത്. നമ്മൾ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 2 ലെയർ തുണി ഒരുമിച്ച് തുന്നിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ലാസ്റ്റ് ആയപ്പോൾ 2 തുന്നൽ അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പുറത്തേക്ക് അതൊന്നും കാണില്ല. കാരണം ഈ ഒരു ബീഡ്സ് വർക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു ബോയ്ക്ക് അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ബോ ഇങ്ങനെ പൊങ്ങിപ്പോണ ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ്സ് വീതം ഞാൻ തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ചെയ്യണത് ഞാൻ കുറച്ച് അകലത്തിലാട്ടോ ബീഡ്സ് തുന്നുന്നത്. കാരണം നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഈ ഓരോ ബീഡ്സ് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു എംബ്രോയ്ഡറി വർക്കാണ്. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു മെറൂൺ കളറിൽ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് വരുമ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഫസ്റ്റത്തെ ലെയർ ഇവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഈ ഒരു ലെയറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുമ്പോഴാണെങ്കിലോ നിങ്ങൾക്കാണെങ്കിലും മനസ്സിലാവുക. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ലെയറിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ സെക്കൻഡ് ലെയറിലേക്ക് ഒരു ബീഡ് ഇതുപോലെ ഒന്ന് തുന്നിക്കൊടുക്കുക. വീണ്ടും പഴയതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഓരോ ബീഡ്സും തുന്നിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബീഡ്സ് എംബ്രോയ്ഡറി വർക്കാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിൽ മെറൂൺ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലൊരു പട്ടുപാവാട ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു നെക്ക് ഞാൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. ഷുഗർ ബീഡ്സ് എംബ്രോയ്ഡറിക്കായിട്ട് യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ ഈ ഒരു നീഡിൽ നമ്പർ 12 ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒത്തിരി നാളായി എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ട്. മോളെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇതുപോലുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ചീത്തയാവാത്തൊരു സൂചി എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ ബീഡ്സ് ഈ ഒരു സൂചിയിലൂടെ കടക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നീഡിൽ നമ്പർ 12 തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. വെറും 216 രൂപയ്ക്ക് കിട്ടിയ ഒരു ഡ്രസ്സ് ഇത്രയും ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളത്.
പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു 400 സംതിങ് അല്ലെങ്കിൽ 500 സംതിങ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു പ്രൈസിൽ ഇത് അടിപൊളി ഒരു ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. നല്ല മെറ്റീരിയലാണ്, അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു അടിപൊളി ഫ്രോക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലുണ്ടായത്. അപ്പോഴാണ് ഇക്കാക്കമാർക്കൊരാഗ്രഹം കുഞ്ഞുവാവയ്ക്ക് അവരുടെ വകയായിട്ട് അവരുടെ പൈസ വെച്ചിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ അവർ തന്നെ ഫ്ലിപ്കാർട്ടിൽ 2 പേരും കൂടി സെലക്ട് ചെയ്ത് അവർക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാട്ടോ ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് തന്നെ മതി. കാരണം നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല കേട്ടോ മക്കൾക്ക് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. അവരായിട്ട് ഞങ്ങളോട് പറയാറുണ്ട് കേട്ടോ, കുഞ്ഞാടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങളുടെ വകയാണ് ഡ്രസ്സ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു ഓപ്ഷൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഫ്രോക്ക് നോക്കിയാലോടാന്ന്. അപ്പോൾ അവർ പറഞ്ഞത് വേണ്ട വേണ്ട, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമായതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് തന്നെ എന്തായാലും അങ്ങോട്ട് ഓർഡർ ആക്കി കൊടുത്തു. അപ്പോൾ ഓർഡർ വന്നപ്പോൾ അവരുടെ പെരുന്നാൾ പൈസയാണ് അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വക ഒരു ഡിസൈനിങ് ആണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, ധൃതി പിടിച്ച് തുന്നിയ സമയത്ത് 2 തുന്നൽ ഈ ഒരു ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് സൂചി ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് 3-4 പ്രാവശ്യം ഇതുപോലെ നൂല് ചുറ്റിയെടുക്കുക. എന്നിട്ട് സൂചി ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി കെട്ട് അവിടെ വീണിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു തുന്നലൊക്കെ ചെറുതായിട്ട് ബാക്കിലൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ചെറിയൊരു മണ്ടത്തരം പറ്റി കേട്ടോ. ഈ ഒരു ഗോൾഡൻ ത്രെഡിന് പകരമായിട്ട് എനിക്ക് വേണമെങ്കിൽ മെറൂൺ ത്രെഡ് എടുക്കാമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഗോൾഡൻ ബീഡ്സിൻ്റെ ഇടയിൽ ആ ഒരു മെറൂൺ ത്രെഡ് കാണുമ്പോൾ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗോൾഡൻ ത്രെഡ് എടുത്തത്. പക്ഷെ ബാക്ക് സൈഡിൽ കാണുമ്പോൾ അത് മെറൂൺ എടുക്കാമെന്ന് എന്നെനിക്ക് തോന്നി. എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ 4 സൈഡും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം വൈറ്റിൽ ഒരു മെറൂൺ ബോ, ആ ഒരു മെറൂൺ ബോയിൽ ഈ ഒരു ഗോൾഡൻ കളറും കൂടി വരുമ്പോഴല്ലോ എന്താ പറയുക, അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്കാണ്. ഇത് നമുക്ക് ഹെയർ ക്ലിപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനും കൂടിയാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നിക്കറിലും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന നിക്കറാണ്. അപ്പോൾ അതിൽ ഇതേ 2 സൈഡിലൊരു വള്ളിയൊക്കെ വന്നിട്ട് നമുക്ക് ബോയൊക്കെ കെട്ടാനുള്ളൊരു സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മെറ്റീരിയലാട്ടോ. ടോപ്പിൻ്റെ ആണെങ്കിലും ബോട്ടത്തിൻ്റെ ആണെങ്കിലും അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഗോൾഡൻ കളറിൽ കുറച്ച് ഡോട്ട്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു നിക്കറിൻ്റെ ഉള്ളിലായിട്ട് ഒരു കട്ടിയുള്ളൊരു പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ പെയിൻറ്റിങ് ഓപ്പോസിറ്റ് സൈഡിലും കൂടി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗോൾഡൻ കളറിലുള്ള പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ബ്രഷിൻ്റെ ടിപ്പ് പോർഷൻ യൂസ് ചെയ്തിട്ടാട്ടോ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തത്. ഇങ്ങനെ ഡോട്ട്സ് ഇട്ടപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടില്ല കേട്ടോ. ആ ഒരു ഡോട്ട്സിന് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നുണ്ടായില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര വിസിബിളായിട്ട് കാണുന്നുണ്ടായില്ലായിരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്ര പെർഫെക്ഷൻ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ബ്രഷിൻ്റെ സൈഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തു കേട്ടോ. പിന്നെ പെർഫെക്റ്റ് ആവാത്ത പോർഷൻസിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് ടച്ച് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 00 സൈസിലുള്ള പോയിൻറ്റഡ് ബ്രഷാട്ടോ. അപ്പോൾ ഗോൾഡൻ കളറിലുള്ള പേൾ മെറ്റാലിക് കളർ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഗോൾഡൻ ബീഡ്സ് തന്നെ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് ഒരു ലെയർ മാത്രമാട്ടോ ഈ ഒരു നിക്കറിൽ വരുന്നുള്ളൂ. നമുക്കിപ്പോൾ ഫ്രോക്കൊക്കെ ആണ് അല്ലെങ്കിൽ
സ്കേർട്ടൊക്കെ ആണെങ്കിൽ 2 ലെയർ അല്ലെങ്കിൽ ലൈനിങ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിക്കറിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെയ്തിട്ടില്ല കേട്ടോ, അതായത് ഫ്രണ്ട് പോർഷനിൽ 2 സൈഡിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഒരു ബോർഡ് സൈഡിൽ കൊടുക്കുന്ന അതേ ബീഡ്സ് വർക്ക് തന്നെ നമുക്ക് ഈ ഒരു നിക്കറിൻ്റെ ഈ ഒരു ബോളും കൂടി ചെയ്ത് കൊടുത്താലോ, 2 സൈഡിലും കൂടി. ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ബീഡ്സും ത്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഉള്ളിലൂടെ ആണ് കേട്ടോ ബീഡ്സുകൾ കോർക്കാനായിട്ട് സൂചി എടുത്തത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന കെട്ടും എൻഡ് ചെയ്യുന്ന കെട്ടും മാത്രമാണ് ഈ ഒരു ബോർഡ് ബാക്കിൽ കാണുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് സൂചി നൂലും ഈ ഒരു 2 ലെയറിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കണ്ടോ, സ്റ്റിച്ചിങ് ഒന്നും ബാക്കിൽ കാണുന്നില്ല, ആ ഒരു കെട്ട് വരുന്ന പോർഷൻ മാത്രമാണ് കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നമ്മുടെ ഡ്രസ്സ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മോളിട്ടിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പേൾ മെറ്റാലിക് കളറ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ക്ലോത്ത് മറുവശം വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുക്കാം. ആ ഒരു പെയിൻറ്റ് വിട്ടു പോവാതിരിക്കാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ വെറും 200 സംതിങ്ങിൻ്റെ ഡ്രസ്സ് നമ്മളൊരു 500 സംതിങ്ങിൻ്റെ ഡ്രസ്സാക്കിയിട്ട് ഗ്രാൻഡ് ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്കാർ ഈ ഒരു ഡ്രസ്സിൽ ഇരിക്കുന്ന ഫോട്ടോയാട്ടത്, അത് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോഴാട്ടോ ആ ഒരു നിക്കറിൻ്റെയും കൂടിയും കൂടുതൽ ഭംഗി അറിയാം. അപ്പോൾ ആൾ ഒറ്റയ്ക്ക് പിടിച്ച് നിന്ന് തുടങ്ങിയിട്ടില്ല, നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിർത്തുമ്പോഴാട്ടോ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കൂടുതൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും. പിന്നെ ഈ ഒരു ഫോട്ടോ പോലും പാകത്തിന് കിട്ടാത്തൊരവസ്ഥയാവും കേട്ടോ. പിന്നെ ആൾ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ മൊത്തത്തിൽ കൊളാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോട്ടോയിൽ അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡ്രസ് ഡിസൈനിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.